യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹല്ലേലൂയ. രക്ഷകനെ ഞങ്ങളെ വാഴ്ത്തുന്നു 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 സ്തുതിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവ മക്കളുടെ മധ്യത്തിൽ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പകൽക്കാലം ദൈവം നമ്മെ അതിശയമായി നടത്തുമാറാകട്ടെ. സ്തോത്ര. കഴിഞ്ഞ ദിനരാത്രി നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ കരുതനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവം നമ്മെ പരിപാലിക്കുന്നു. ഹല്ലേലൂയ. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ഉത്തരം നൽകി, നമ്മുടെ ഉള്ളിൽ ബലം നൽകി നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. കഷ്ടതയിലും നമ്മെ ബലപ്പെടുത്തി, നമ്മെ ധൈര്യപ്പെടുത്തി നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ എല്ലാ വിധങ്ങൾക്കായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ അത്ഭുതവും അതിശയമായിട്ട് നടത്തി പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികൾക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഈ പൽക്കുലം സർവശക്തനായ ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സകലതും പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, കർത്താവിനോട് ചേർന്ന് നിൽക്കുക, കർത്താവിൻ്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുക. സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രത്യാശയോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. സർവശക്തനായ ദൈവം ഈ പൽക്കലം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. സ്തോത്രം. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ഹല്ലേലൂയ. നിലവിളി ഉയരുന്ന വിഷയത്തിൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിടുതൽ വെളിപ്പെടും. ആമേൻ. സ്തോത്രം. ഈ പൽക്കാലം പ്രിയ ദൈവ പൈതലെ ഏതെങ്കിലും വിഷയത്തിനകത്ത്, ജീവിതത്തിനകത്ത്, ഭവനത്തിനകത്തോ നിലവിളി ഉയരുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം പറയട്ടെ, അതിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിടുതൽ വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ. സ്തോത്രം. നിന്റെ നിലവിളിയെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിലവിളിയെ മറികടക്കുന്ന ഒരു ദൈവമല്ല. ഏത് വിഷയത്തിനകത്താണോ നിലവിളി ഉയരുന്നത്, കർത്താവ് ഇതിനകത്തൊരു വിടുതൽ വേണ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്, സ്തോത്ര, ആ നിലവിളിയെ ഹല്ലേലൂയ കേട്ട് നിന്നെ അതിനകത്തുനിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യർ ചിലപ്പോൾ നമ്മുടെ നിലവിളി കേട്ടിട്ട് സാരമില്ല, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു പോകും. പക്ഷേ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയെ നിന്റെ നിലവിളി എത്തിക്കഴിഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിഷയം കൂടെ നടുവിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ പ്രിയ ദൈവപ്പ ഇതിലെ മനുഷ്യരോട് നിലവിളിക്കോ നിന്നെ വിടുവിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറാക്കാൻ നമ്മെ വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഏത് വലിയ വിഷയമായിക്കൊള്ളട്ടെ, ഏത് ഞെരുക്കമായിക്കൊള്ളട്ടെ, കഷ്ടതയുടെയും പീഡയുടെയും നടുവിൽ നിന്ന് നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്ര. ഈ പകൽക്കാലം ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയെത്തിര. അത് ഏത് വിഷയത്തിനകത്താണോ ഈ പകൽക്കാലം നിലവിളി ഉയരുന്നത്, അതിനകത്തൊന്നൊരു വിടുതൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുക. അതങ്ങനെ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. സ്തോത്രം. തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ 107 സങ്കീർത്തനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 6 വാക്യത്തിൽ കാണുന്നു, അവർ തങ്ങളുടെ കഷ്ടത യഹോവയോട് നിലവിളിച്ചോ, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. ഈ 107 സങ്കീർത്തനത്തിൽ നോക്കുമ്പോൾ ഇതേ വാക്യം തന്നെ നമുക്ക് 3 പ്രാവശ്യങ്ങൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ നിലവിളിച്ചു. അപ്പോൾ ഒരു ദൈവ പൈതൽ തന്റെ കഷ്ടതയുടെ നടുവിൽ ദൈവത്തോട് നിലവിളിക്കണമെന്ന് വചനത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നിലവിളിക്കുന്നവന്റെ മുമ്പിലാ വിടുതൽ വ്യാപരിക്കുന്നു. നിലവിളിക്കുന്നവന് വേണ്ടിയാ ദൈവം രക്ഷിക്കുന്നത്. നിലവിളിക്കുന്നവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ ഈ പകൽക്കാലവും പ്രിയ ദൈവ പൈതലെ നീ നിലവിളിക്കേണ്ടത് ആ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ എത്ര. സ്തോത്ര. അവർ തങ്ങളുടെ കഷ്ടത യഹോവയോട് നിലവിളിച്ചു. മനുഷ്യരോട് നിലവിളിക്കുകയല്ല ചെയ്തത്. മനുഷ്യർക്ക് നമ്മെ വിടുവിപ്പാൻ കഴിയാത്ത, മനുഷ്യർക്ക് നിന്നെ സഹായിപ്പാൻ കഴിയാത്ത, മനുഷ്യർക്ക് നമ്മെ രക്ഷിപ്പാൻ കഴിയാത്ത ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരാം. പക്ഷേ അതിന്റെ നടുവിലൊക്കെയും നമ്മുടെ ഏത് വിഷയത്തിനകത്തുനിന്ന് വിടുവിപ്പാൻ
വിടുവിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറായ ആ ദൈവത്തിന്റെ സന്നിധി നമ്മുടെ നിലവിളി എത്തുവാനായിട്ട് ഇടയായി തീർന്ന നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കേൾക്കുക മാത്രമല്ല, അതിനകത്തുനിന്ന് ദൈവം നമ്മെ വിടുവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അത് അവിടെ കാണുവാൻ സാധിക്കുന്നു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിക്കുന്നത് അവരുടെ ഞെരുക്കത്തിന്റെ മധ്യത്തിലാണ് നിലവിളിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മൗനമായിട്ടിരിക്കാതെ ദൈവസന്നിധിയിൽ അവർ നിലവിളിക്കുവാൻ തയ്യാറായി. അവർ ഞെരുക്കം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന അനുഭവത്തിൽ നിന്ന് സ്തോത്ര അതിന്റെ 13-ാം വാക്യം 19-ാം വാക്യത്തിലൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ ഞെരുക്കത്തിൽ അവർ ദൈവത്തോട് നിലവിളിച്ചു. അവരുടെ കഷ്ടതയിൽ അവർ ദൈവത്തോട് നിലവിളിച്ചു. അവനവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അങ്ങനെ ഈ പകൽക്കാലം ഹല്ലേലൂയ, നീ അനുഭവിക്കുന്ന ചില കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തോട് നിലവിളിക്കുക. മനുഷ്യരോടുള്ള നിലവിളിയെ അവസാനിപ്പിച്ചിട്ട് പലയിടത്തും നാം പൊയ്ക്കാണില്ലേ നിലവിളിക്കുവാൻ, പലയിടത്തും നാം നിലവിളിയുടെ ശബ്ദം ഉയർത്തി കാണും. പക്ഷേ ഈ പകൽക്കാലം സ്തോത്രം വിടുവിപ്പാൻ കഴിയുന്ന സർവശക്തന്റെ മുമ്പാകെ നിങ്ങൾ നിലവിളിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ആ ഞെരുക്കത്തിൽ നിന്ന് ഒരു വിടുതലിലേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങൾ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരാ. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അതിന്റെ തുടർന്നുള്ള ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. 2-ാം അധ്യായം അതിന്റെ ഒടുവിലത്തെ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 23 മുതലുള്ള വാക്യത്തിൽ കാണുന്നു, ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ആമേൻ. സ്തോത്രം. ഇവിടെ നമുക്ക് തിരുവചനത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത് മിസ്രൈമിലെ രാജാവ് മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം, ജോസഫ് അറിയാത്ത ഒരു രാജാവ് അവിടെ നിലവിൽ വരുവാനായിട്ട് ഇടയായി തീർന്നു കഴിഞ്ഞപ്പോ ഇസ്രായേൽ ജനത്തിന് പീഡകൾ വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഇസ്രായേൽ ജനത്തിന് ഒരു വർധനവുണ്ട് എന്നുള്ള ഒരു അനുഭവം കാണുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ഇവരെ പീഡിപ്പിക്കുമോ, ഇവരെ ഞെരുക്കുവാനായിട്ട്, ഇവരെ തകർക്കുവാനായിട്ട് പദ്ധതി ഇടുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ നമുക്ക് തിരുവചനത്തിൽ ഉടനീളം നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു വർധനവുണ്ടെങ്കിൽ ഒരു ഞെരുക്കം മറ്റടുത്ത് നിന്ന് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷെ ആ ഞെരുക്കത്തിന്റെ മധ്യത്തില് ഇസ്രായേൽ ജനം വർധനവ് കുറഞ്ഞെന്നല്ല, അവർ വർദ്ധിച്ച് പെരുകുവാൻ തുടങ്ങി. എത്രത്തോളം പീഡകൾ വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നോ, എത്രത്തോളം ഞെരുക്കം ഇവർക്കെതിരായിട്ട് വ്യാപിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നോ, അത്രത്തോളം ഇസ്രായേൽ ജനം വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, നിന്റെ വർധനവ് കാണുമ്പോ ചിലയിടത്തുനിന്ന് പീഡകളും ഞെരുക്കങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ കടന്നു വരാം. ഹല്ലേലൂയ. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇവന് യാതൊന്നും കുറവ് വരുന്നില്ലല്ലോ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് മറ്റിടത്തുനിന്ന് പല ഞെരുക്കങ്ങളും കടന്നു വരാം. പക്ഷെ ഞാൻ പറയട്ടെ, മറ്റുള്ളവരുടെ ഞെരുക്കത്തിനകത്ത് നിന്നെ തളർത്തിക്കളയുന്ന ഒരു ദൈവമല്ല. ആ ഞെരുക്കം ഉണ്ടാകുമ്പോൾ നിന്റെ വർധനവിലേക്ക് നിന്നെ കൊണ്ട് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ആരുടെയും കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അടിമവേല അവരുടെ ജീവിതത്തിൽ അവർക്ക് സാധനങ്ങൾ കൊടുക്കില്ല, ഇഷ്ടിക ഉണ്ടാക്കുന്നതിനുള്ള വസ്തുക്കൾ കൊടുക്കില്ല, അവർ താനെ ഉണ്ടാക്കുന്ന ഒരു അനുഭവമൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ കഴിഞ്ഞപ്പോ അടിമവേല നിമിത്തമായിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. ആ അടിമവേല നിമിത്തം ഒരു നെടുവീർപ്പിന്റെയും നിലവിളിയുടെയും അനുഭവത്തിലേക്ക് ഇസ്രായേൽ ജനം കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അത് മുഖാന്തരം അവർ ദൈവത്തോട് നിലവിളിച്ചു. ആ നിലവിളി ദൈവസന്നിധി എത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, ചിലർ നിമിത്തമായിട്ട്, ചിലർ ഹേതുവായിട്ട് നിന്റെ ജീവിതത്തിനകത്തുനിന്ന് നിലവിളിയുടെ ശബ്ദം ഉയരുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലേ, സ്തോത്രം, നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ദൈവം നിങ്ങളുടെ നിലവിളി കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ നാം പറയാറില്ലേ, എന്റെ നിലവിളി കേൾക്കുന്നില്ലേ, എന്റെ നിലവിളിയുടെ ശബ്ദം ദൈവസന്നിധി എത്തുന്നില്ലേ, ആരും കേൾക്കാനില്ലല്ലോ, എന്നെ വിടുവിപ്പാനില്ലല്ലോ എന്നൊക്കെ ഞാനും നിങ്ങൾ ചോദിച്ചിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പറയട്ടെ, ആരും നമ്മുടെ നിലവിളി കേട്ടില്ല എങ്കിൽ ദൈവസന്നിധി നിന്റെ നിലവിളി എത്തിക്കഴിഞ്ഞാ ദൈവം കേട്ട് അതിനകത്തുനിന്ന് വിടുവിക്കുമെന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവരെ കാണുവാൻ സാധിക്കുന്നു. 7-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത
ഞാൻ കണ്ടു. ഊഴിയ വിചാരന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഈ പകൽക്കാലം പറയട്ടെ, സ്തോത്രം. ആരും നമ്മുടെ സങ്കടത്തെ അറിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ കഷ്ടതയെ ആരും കണ്ടില്ല എങ്കിൽ, നമ്മുടെ കണ്ണുനീരിനെ ആരും കണ്ടില്ല എങ്കിലും, സ്തോത്ര, കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവം കാണുന്നു ഉള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അതിനകത്തുനിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അവിടെ കാണുന്ന മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിന് പറയാനായിട്ടുള്ളത്, പലപ്പോഴും വായ് വിട്ട് ചോദിക്കുന്നില്ലേ, എന്റെ കഷ്ടത നീ കാണുന്നില്ലേ, എന്റെ സങ്കടത്തെ കാണുന്നില്ലേ, എന്റെ വേദന നീ കാണുന്നില്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് വരുമ്പോ, നിന്റെ കഷ്ടത കണ്ട ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നിന്നെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീരാ. ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഊഴിയ വിചാരന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. സ്തോത്രം. നിന്റെ സങ്കടത്തിന്റെ ആഴത്തെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവം. പ്രിയ ദൈവമക്കളെ, നാം മറ്റുള്ളവരോട് നമ്മുടെ സങ്കടത്തെ എത്ര തന്നെ പറയുവാൻ നോക്കിയാലോ അവര് അതിന്റെ ആഴം അറിയുവാൻ, അല്ലെങ്കിൽ ആ സങ്കടത്തിന്റെ വലിപ്പം എത്രയെന്ന് ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയത്തില്ല. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ അനുഭവിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ നീ അനുഭവിക്കുന്ന സങ്കടത്തെ അതേ രീതിയിൽ അറിയുന്ന, നിന്റെ ഹൃദയത്തിന്റെ വേദനയെ, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ, നിന്റെ ഹൃദയത്തിന്റെ തകർച്ചകളെ ഹല്ലേലൂയ അതുപോലെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ദൈവം അറിയാത്തതായിട്ടുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിനകത്ത് ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്ര. നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ആരും അറിയാതെ നീ ചില വിഷയത്തിനകത്ത് സങ്കടപ്പെടുന്നില്ലേ? പക്ഷെ നീ ഒറ്റയ്ക്ക് നീ കൊണ്ട് ആ വിഷയത്തെ നടക്കുമ്പോൾ നിന്റെ സങ്കടത്തിന്റെ ആഴക്കടലുകൾ ഹല്ലേലൂയ തീരാ ദുഃഖങ്ങളെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവം ആ സങ്കടത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീര. എന്ന് നീ സങ്കടപ്പെട്ടും ഞരങ്ങിയും വേദനിച്ചോ മുന്നോട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് നിനക്ക് സങ്കടമുണ്ടെങ്കിൽ നാളെ നിനക്ക് സന്തോഷിക്കത്തക്ക രീതിയിലുള്ള ചില വിടുതലുകളെ സ്വർഗത്തിലെ ദൈവം തരും. ഹല്ലേലൂയ. നിന്റെ ദുഃഖത്തെ ഹല്ലേലൂയ സ്തോത്രം സന്തോഷമാക്കി തീർക്കുന്ന ദൈവ, നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവരെ മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനും ആ ദേശത്ത് നല്ലത് വിശാലമായ ദേശത്തേക്ക് കൊണ്ടുപോകുവാനുമായിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം സ്തോത്രം, നിന്റെ നിലയുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. എന്ന് നീ സങ്കടപ്പെട്ടിരിക്കുക, എന്ന് നീ കഷ്ടത അനുഭവിക്കുക, എന്ന് നീ ഞെരുക്കം അനുഭവിപ്പാ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ ഒരു വിശാലതയിലേക്ക് കൊണ്ടുപോകേണ്ടതിനായിട്ട്, നിനക്കൊരു വഴി തുറന്നു തരേണ്ടതിനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അതേ മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് ചിലതിന്റെയൊക്കെ കയ്യിൽ ഹല്ലേലൂയ നീ ഇന്നും ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുമ്പോഴും വേണ്ടും വിടുതൽ അനുഭവിക്കുവാൻ കഴിയാതെ പലതിനകത്ത് നിന്നെ ഞെരിക്കുന്ന അനുഭവങ്ങളില്ലേ? പക്ഷെ അതിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയെത്തിര. അതേ ശത്രുവിന്റെ കരത്തിൽ നിന്ന് ഹല്ലേലൂയ നിന്നെ പീഡിപ്പിക്കുന്ന, നിന്നെ ഞെരിക്കുന്ന, നിന്നെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ കരത്തിൽ നിന്ന് ഹല്ലേലൂയ എന്റെ ദൈവം തമ്മിൽ നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്ന് ഞെരുക്കമാണോ അനുഭവിക്കുന്നവരാണോ ഈ പകൽക്കാലം പറയട്ടെ, ഒരു വിശാലത ഉണ്ട്. ഹല്ലേലൂയ. എന്ന് ഞെരുക്കമെന്ന് പറഞ്ഞിരിക്കുവാനല്ല, ഏത് മേഖലയ്ക്കകത്താണോ നീ ഞെരുക്കം അനുഭവിക്കുന്നത്? നിന്റെ ആത്മീയ മേഖലയിലാണോ ഞെരുക്കം അനുഭവിക്കുന്നത്? ഫിനാൻഷ്യൽ മേഖലയിലാണോ ഞെരുക്കം അനുഭവിക്കുന്നത്? ശാരീരികമായ ചില ബലഹീനയിലാണോ നീ ഞെരുക്കം അനുഭവിക്കുന്നത്? അതിനകത്തൊരു വിശാലത സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് കൽപ്പിച്ചു തരുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ദൈവത്തിന്റെ കൃപ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയെത്തിരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അവരെ കൊണ്ടുപോകുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രൈമർ അവരെ ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്ക് വചനത്തിൽ വ്യക്തമായി കാണുന്നു, ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ നിലവിളി എത്തുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ.
ചില വിഷയം കൂടെ അകത്ത് നീ നിലവിളിക്കുമ്പോ ഹല്ലേലൂയ, അത് സ്വർഗത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം അതിനകത്ത് മറുപടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയത്തിലും. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ഈ പകൽക്കാലം പറയുമ്പോ എന്റെ നിലവിളി സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നാളുകളായി നീ നിലവിളിക്കുന്നില്ല ചില വിഷയത്തിനകത്തുനിന്ന് വിടുതൽ വേണ്ടി. വർഷത്തിന്റെ ആരംഭം മുതൽ ചിലപ്പോൾ ഈ നിമിഷം വരെയും ചില നിലവിളുടെ ശബ്ദങ്ങൾ നിന്റെ ഭവനത്തിനകത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഈ സങ്കടത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ, ഈ ഞെരുക്കത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അടിമവേല ഹേതുവായിട്ടും ചിലർ നിമിത്തമായിട്ടും ഹല്ലേലൂയ നിങ്ങൾ അനുഭവിക്കുന്ന ചില നിലവിളി ഹല്ലേലൂയ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ കാണുന്നു, മിസ്രൈം അവർ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. നീ ഒന്നും പറഞ്ഞില്ല എങ്കിലും നീ അനുഭവിക്കുന്ന ചില ഞെരുക്കങ്ങളില്ലേ, ചിലർ നിമിത്തമായിട്ട് ഇവിടെ കാണുന്നു മിസ്രൈമെ അവർ ഞെരുക്കുന്ന ഞെരുക്കം. ഹല്ലേലൂയ. അതെ, ചിലർ നീ ഒന്നും ചെയ്യാതിരുന്നിട്ടും നിന്നെ ഒത്തിരി ഞെരുക്കുന്നില്ലേ. ഹല്ലേലൂയ. നീ ദൈവത്തെ അറിഞ്ഞത് മുഖാന്തരമായിട്ടൊക്കെ നിനക്ക് ഞെരുക്കങ്ങൾ കടന്നു വരുന്നില്ലേ. പ്രിയ ദൈവ ഇതിലെ നീ കർത്താവിനോടൊന്നും പറഞ്ഞില്ല എങ്കിലും നിന്റെ ഞെരുക്കത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. മിസ്രൈമർ അവരെ ഞെരുക്കുന്ന ഞെരുക്കം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചിലർ ഞെരുക്കുന്ന ഞെരുക്കത്തെ ദൈവം തമ്പുരാൻ കാണുന്നുണ്ട്. ദൈവം കണ്ടു കഴിഞ്ഞാൽ അതിനകത്തൊരു വിടുതൽ ഉണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ ചില ഞെരുക്കത്തിന്റെ അനുഭവത്തെ ദൈവം തമ്പുരാൻ ഈ പൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടുത്തെ കാണുവാൻ സാധിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിനെ ഞാൻ നിന്റെ ഫറവോന്റെ അടുക്കൽ അയക്കുമെന്ന് മോശയെ നിയോഗിക്കുന്നുണ്ട്. പ്രിയ ദൈവഭക്തനെ സ്തോത്രം. നിന്റെ നിലവിളി ദൈവസനിൽ എത്തിക്കഴിഞ്ഞാ നിന്നെ ഞെരുക്കുന്ന ഞെരുക്കം കാണുന്ന ഒരു ദൈവം മൗനമായിട്ടിരിക്കല. അവിടെ നിന്നൊരു പുറപ്പാടിലേക്ക് കർത്താവ് കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്ന് ഞെരുക്കമാണോ അനുഭവിക്കുന്നത്? സങ്കടപ്പെടുന്ന ഒത്തിരി വിഷയങ്ങളുണ്ടോ? ഹല്ലേലൂയ. അതിനകത്തുനിന്നൊരു പുറപ്പാടുണ്ട്. എത്ര സങ്കടത്തിന്റെ ആഴത്തിൽ നീ കയറി വരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് കിടക്കുമ്പോഴും പ്രിയ ദൈവ പൈതലെ കുടുംബമേ, ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, അതിന്റെ അകത്തു നിന്നൊരു പുറപ്പാടുണ്ട്. ഹല്ലേലൂയ. എന്ന് നീ സങ്കടപ്പെട്ട് ഞെരുങ്ങിയും മറ്റുള്ളവരുടെ പീഡ അനുഭവിച്ചും മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ടും നീ അതിനകത്ത് കിടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവരുടെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിശാലമായിരിക്കുന്ന ഒരു പുറപ്പാടിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക, ഈ 2024 ഒടുവിലെത്തിയിരിക്കുമ്പോ ഒരു പുറപ്പാട് നിനക്ക് ഉണ്ട്. ഹല്ലേലൂയ. നീ അനുഭവിച്ച കഴിഞ്ഞ നാളുകൾ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ ഒത്തിരി ഞെരുക്കം അനുഭവിച്ചു കാണുമായിരിക്കാം. ചിലപ്പോൾ ജോലി മേഖലയ്ക്കകത്തായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഭവനത്തിനകത്തായിരിക്കാം, നിങ്ങൾ ആയിരിക്കുന്ന ഏത് സ്ഥലത്തായിക്കൊള്ളട്ടെ ഞെരുക്കം അനുഭവിച്ചത്. ഹല്ലേലൂയ. അതേ സ്തോത്രം. നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് നിങ്ങൾക്ക് ചില ഞെരുക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ സ്തോത്ര, അതിന്നൊരു പുറപ്പാടുണ്ട്. ഹല്ലേലൂയ. അതിന്നൊരു വിശാലത ഉണ്ട്. ഹല്ലേലൂയ. എന്ന് നീ കഷ്ടത അനുഭവിച്ച് നീ വേദന അനുഭവിച്ചിരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ ഒരു അനുഭവം വന്നു കഴിഞ്ഞപ്പോ ഇസ്രായേൽ ജനം ചെയ്ത ഒരു കാര്യമുണ്ട്. അവർ തങ്ങളുടെ കഷ്ടത യഹോവയോട് നിലവിളിച്ചു. ഹല്ലേലൂയ. ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവ പൈതലേ, നിന്നെ വിടുവിക്കുന്നൊരു സ്വർഗമുണ്ട്, നിന്നെ രക്ഷിക്കുന്നൊരു സ്വർഗമുണ്ട്, നിനക്കൊരു പുറപ്പാടുണ്ട്, നിനക്കൊരു വിശാലതയുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവസ്ഥനെ നിലവിളിക്കുവാൻ തയ്യാറാകാം. മാനസികമായിട്ടുള്ള ഒരു വിടുതലിലേക്കുള്ള നിലവിളി മാറ്റിവെച്ചിട്ട് ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറാകാം. അതാ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. അവർ തങ്ങളുടെ കഷ്ടത യഹോവയോട് നിലവിളിച്ചു. യഹോവയോട് നിലവിളിക്കണം. ഹല്ലേലൂയ. നാം മൗനമായിട്ട് ഇരിക്കുകയല്ല. ദൈവം വിടുവിക്കണമെങ്കിൽ വിടുവിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുവാനല്ല, നാം ദൈവസ്ഥനെ നിലവിളിക്കുവാൻ തയ്യാറാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ഞെരുക്കുകളിൽ നിന്ന് വിടുവിച്ചു. അവരവരെ ഇരുട്ടിൽ നിന്ന് അന്ധതമസ്സിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. ഹല്ലേലൂയ.
അങ്ങനെ പ്രിയ ദൈവമക്കളെ സ്തോത്രം, നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിൽ നിന്ന്, നിന്നെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനത്തിൽ നിന്ന് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. തലമുറയുടെ വിഷയത്തിനകത്ത് ചില ബന്ധനങ്ങളായിരിക്കാം, അവരുടെ മുമ്പിൽ വഴികൾ തുറക്കപ്പെടാതെ വേണം ബന്ധിച്ചു വച്ചിരിക്കുന്ന അനുഭവങ്ങളെ സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാല ചിലതിനെ അറുത്തുകളയുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ബന്ധനങ്ങളെ അറുത്തുകളഞ്ഞു. ഹല്ലേലൂയ. അതാണ് അവർക്ക് വേദന അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്ന അവരുടെ വിഷയത്തിനകത്ത് നിന്ന് ഹല്ലേലൂയ ഒരു സ്വാതന്ത്ര്യം അവരുടെ ജീവിതത്തിൽ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നിങ്ങളെ ജീവിതത്തിൽ വിടുവിക്കുവാനായിട്ട് ഇടയായി തീരുക. അതിനെ തുടർന്നുള്ള 19 വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവർ തങ്ങളുടെ കഷ്ടത യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കുകളിൽ നിന്ന് രക്ഷിച്ചു. അവൻ തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ സ്തോത്രം, ഈ വചനത്തിൽ കാണുന്നു, അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ചില രോഗത്തിന്റെ നടുവിൽ നിന്നാണോ നീ നിലവിളിക്കുന്നത്? ആ രോഗത്തിൽ നിന്ന് ഹല്ലേലൂയ കർത്താവ് നിന്നെ സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. നിന്നെ അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. നീ ആയിരിക്കുന്ന മേഖലയ്ക്കകത്തുനിന്ന് കർത്താവ് നിന്നെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ഹല്ലേലൂയ. നാം നിലവിളിക്കുന്ന ദൈവത്തോടാണെങ്കിൽ ആ സ്വർഗത്തിലേക്ക് ആ നിലവിളിയുടെ ശബ്ദം എത്തും. ഹല്ലേലൂയ. നിലവിളിയെ മറികടക്കാത്തൊരു ദൈവം. ഈ പൽക്കാലം ഏത് വിഷയത്തിനകത്താണോ നിലവിളിയുടെ ശബ്ദം ഉയരുന്നത്, അതിനകത്ത് ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കും. സ്തോത്രം. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വേഗത്തിൽ കടന്നു വരുമ്പോ അവിടെ നിലവിളിക്കുന്ന ഒരു മനുഷ്യനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ 46 മുതൽ ഉള്ള വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു കർത്താവ് യെരിഹോവിൽ എത്തുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നു, ബെർത്തിലമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നസ്രനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. സ്തോത്രം. ഇവിടെ ഒരു നിലവിളിയുടെ ശബ്ദം ഉയരുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ അനുഭവത്തെ പറ്റി അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കുരുടനായ മനുഷ്യനാണ്, ഭിക്ഷക്കാരനാണ്, അവൻ ഇരിക്കുന്നത് വഴിയരികെയാണ്. സ്തോത്രം. ഈ 3 വിഷയത്തിന്റെ നടുവിൽ ഈ മനുഷ്യൻ ആയിരിക്കുമ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, കടന്നു പോകുന്നത് യേശു എന്ന്, നസ്രേന യേശു എന്ന് കേട്ടു. ഹല്ലേലൂയ. ആ ഒരു കേട്ട അനുഭവത്തിൽ നിന്നുകൊണ്ട് അവൻ കർത്താവിനോട് നിലവിളിക്കുകയാണ്, ദാവീദ് പുത്ര ഹല്ലേലൂയ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്ര. ഹല്ലേലൂയ. പലരും നിന്നെ കൊണ്ട് ഇരുത്തുവാൻ കാണും, പലരും പലയിടത്തും നിന്നെ നിർത്തുവാനൊക്കെ കാണുമായിരിക്കും. പക്ഷേ ഒരു വിടുതൽ നടക്കേണ്ട സമയത്ത് നീ കർത്താവിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാ ഈ പകൽക്കാലം പറയട്ടെ, പലയിടത്തും ചിലപ്പോൾ വിടുതലിന് വേണ്ടി പോയി കാണുമായിരിക്കാം. ഈ ശബ്ദം കേൾക്കുമ്പോ ഹല്ലേലൂയ ഒരിടത്തൊന്നും വിടുതലില്ല എങ്കിൽ ഞാൻ പറയട്ടെ, നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ ശനി നീ നിലവിളിച്ച് തുടങ്ങ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ. ഹല്ലേലൂയ. മനുഷ്യരോട് ഒത്തിരി നിലവിളിച്ചില്ലേ, പലരോട് അടുക്കലും നിലവിളിച്ചില്ലേ? ഹല്ലേലൂയ. എന്നാൽ ആ നിലവിളികളൊക്കെ ആക്കി വച്ചിട്ട് ഇന്ന് കർത്താവിനോടൊന്ന് നിലവിളിക്കാൻ തുടങ്ങാമോ? സ്തോത്രം. നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ പുറമേ ഉള്ള കണ്ണുകൾ അടഞ്ഞിരുന്നുവെങ്കിലും, കടന്നു പോകുന്ന നസ്രേനായ യേശു എന്ന് അറിഞ്ഞുവെങ്കിലും, നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, ദാവീദ് പുത്രനാണെന്നുള്ള ഒരു വെളിപ്പാട് തന്റെ ജീവിതത്തിനകത്ത് ആരെങ്കിലും വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള ഒരു വെളിപ്പാടിലൂടെ നാം ജീവിക്കണം. കർത്താവിനോട് പ്രാർത്ഥിക്കണം, എന്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം, അങ്ങേ ഒന്ന് അറിയുക, അങ്ങേ വേണ്ടും വേണം അറിയുവാനായിട്ട് എന്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമെന്ന് അതിൽ നിന്നുകൊണ്ടല്ല, നമ്മുടെ കർത്താവ് ആരാണെന്ന് മറ്റൊരു വ്യക്തിയിൽ നിന്നല്ല, നമ്മുടെ ഉള്ളത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് അതിന്റെ മധ്യത്തിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു കഴിഞ്ഞാൽ അവിടെയാ വിടുതൽ. ഹല്ലേലൂയ.
മറ്റുള്ളവരെ എന്നെ സൗഖ്യമാക്കി എന്നെ വിടുതലാക്കിയെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അറിവിൽ നിന്നല്ല, നമ്മുടെ സ്വയമായിട്ട് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ആരാണ് എന്നുള്ളൊരു തിരിച്ചറിവ്, ഒരു വെളിപ്പാട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പുറപ്പാട് പുസ്തകത്തെ മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അവരുടെ അടുക്കിലേക്ക് പോകാം, ഞാൻ ആരാണെന്ന് അവരോട് പറയണമെന്ന് ചോദിച്ചപ്പോ യഹോവയെ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, എനിക്ക് നിങ്ങൾക്കും ദൈവം എങ്ങനെ വെളിപ്പെടണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവോ, ആ സ്തോത്രം ഇച്ഛിക്കുന്നുവോ, അതാണ് എന്റെ കർത്താവ്. ഹല്ലേലൂയ. ഒരു സൗഖ്യമാണോ കർത്താവ് അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം, അതെങ്കിൽ സൗഖ്യദായനായിട്ട് വെളിപ്പെടുക. ഞങ്ങൾ നമ്മുടെ ആത്മാവിന്റെ വിടുതലാണോ ഹല്ലേലൂയ നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ ആത്മാവിന്റെ വിടുതൽ കർത്താവ് തരുവാനായിട്ട് ഇടയത്തരും. അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അതായിട്ട് ഇറങ്ങി വരുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. സൗഖ്യദായനായിരിക്കുന്ന കർത്താവ്, സമാധാനത്തിന്റെ പ്രഭു. ഹല്ലേലൂയ. ഏത് അനുഭവത്തിൽ ഞാനും നിങ്ങൾ കർത്താവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു അതേ രീതിയിൽ വെളിപ്പെട്ടു വരുന്ന ഒരു കർത്താവ് നമുക്കുള്ളത്. സ്തോത്ര. ഇവിടെ സ്തോത്ര ബർത്തലമായി ദൈവ കർത്താവിനോട് നിലവിളിക്കുന്നുണ്ട്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അതേ ദാവീദ് പുത്രനാണ് കടന്നു വരുന്നതെന്ന് തിരിച്ചറിഞ്ഞു. ആ ദാവീദ് പുത്രൻ കടന്നു വരും, മാനവരാശിയെ വീടിവിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് തന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. തന്റെ സമയം പാഴാക്കി കളയേണ്ടതല്ല, ഇപ്പോൾ നിലവിളിക്കേണ്ട സമയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ താൻ നിലവിളിക്കുവാൻ തുടങ്ങി. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവ പൈതലേ, ഞാനും നിങ്ങളും നിലവിളിക്കാതെ ഒരിടത്ത് ഒതുങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ ശാസനകൾ ഉണ്ടാകത്തില്ല, പ്രയാസങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ ഹല്ലേലൂയ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒരു വിടുതലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു നിലവിളിയുടെ ശബ്ദം ഉയരുവാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ നാനാ ദിക്കിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ടിടയത്തിര, അമർച്ചകൾ ഉണ്ടാകുവാനായിട്ടിടയത്തിര, ശാസനകൾ ഉണ്ടാകുവാനായിട്ടിടയത്തിര, ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ടിടയത്തിര, അവഗണിക്കപ്പെടുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ടിടയത്തിര. പക്ഷെ ഞാൻ പറയട്ടെ ഹല്ലേലൂയ, അവർക്ക് അതിനൊക്കെ നാം ഒതുങ്ങിപ്പോകാതെ നാം കർത്താവിനോട് നിലവിളിക്കുവാൻ തയ്യാറാകണമെന്ന് ഈ തിരുവചനത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മനുഷ്യൻ നിന്നെ ഒതുക്കുവാനായിട്ട് നോക്കിയിരിക്കാം, നിന്റെ വിഷയത്തിന്റെ മറുപടി വെളിപ്പെടുന്ന സമയത്ത് ഹല്ലേലൂയ മറ്റാരും ആയിരിക്കേയില്ല, നിന്നെ അതുവരെ സഹായിച്ചു കൊണ്ടിരുന്ന വ്യക്തിയിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഒരു ഇടർച്ച കടന്നു വരുന്നത്. പക്ഷെ അപ്പോ നാം മനസ്സിലാക്കിക്കൊണ്ട ഇതെന്റെ വിടുതന്റെ ടൈമാണ്. ഹല്ലേലൂയ. കാരണം പിശാചിന് നന്നായിട്ട് അറിയാം, ആരിൽ കൂടി അരുതാത്തത് പറയിപ്പിച്ച് കഴിഞ്ഞാൽ ഞാനും നിങ്ങൾ മാറിപ്പോകുമെന്ന്. ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് ഇരുത്തുവാനായിട്ട് ആൾക്കാർ അവിടെ കാണും, വിശയ്ക്കൊണ്ട് ഇരുത്തുവാനൊക്കെ ആൾക്കാർ കാണും. ഈ മനുഷ്യന് ലഭിക്കുന്നത് കൊണ്ട് നന്മ കൊണ്ട് ജീവിച്ചു പോയ ഒരു കൂട്ടം പേരും അവിടെ കാണും. പക്ഷേ ആ ഒരു അനുഭവമൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ മനുഷ്യൻ നിലവിളിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ മറ്റുള്ളവരിന് ശാസിക്കുവാൻ തുടങ്ങി. അതുവരെയും ശാസിച്ചില്ല. പലരും പോയപ്പോ കൈനീട്ടി സ്തോത്രം എനിക്ക് എന്തെങ്കിലും തരണമേ എന്ന ഒരു അപേക്ഷ കഴിച്ചപ്പോഴുന്ന ആരും നീ മിണ്ടാതിരി, അവരോട് ചോദിക്കേണ്ട, ഇതൊന്നും പറഞ്ഞു കാണില്ല. പക്ഷേ ഇവന്റെ ജീവിതത്തിനകത്ത് ഇവന്റെ ചരിത്രം മാറുമെന്ന്, ഇവന്റെ ആവർത്തനം മാറുമെന്ന് ഹല്ലേലൂയ മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ, ഇവനിൽ നിന്ന് ലഭിക്കുന്ന നന്മ അവർക്ക് മുടങ്ങുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അവനെ ശാസിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ആ ശാസനയ്ക്കകത്ത് ഒതുങ്ങിപ്പോകാതെ ഈ മനുഷ്യൻ ചെയ്ത ഒരു കാര്യമുണ്ട്, ഏറ്റവും അധികം നിലവിളിച്ചു. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ, ചില ശാസനകൾ നിനക്കെതിരായി കടന്നു വരാം. പക്ഷെ അതിനകത്ത് ഒതുങ്ങിപ്പോകാതെ ദൈവസന്നിധിയിൽ അധികം നിലവിളിക്കുവാൻ തയ്യാറാകണം. അതാ കർത്താവ് നോക്കുന്ന കാരണം. നീ നിന്നെ സഹായിക്കുന്നവരുടെ വാക്കുകൾക്കകത്ത് നീ ഒതുങ്ങിപ്പോകുന്നുണ്ടോ? അതിനേക്കാൾ ഉന്നതമായ രീതിയിൽ നീ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരുക, കർത്താവിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കുക നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കർത്താവും നോക്കുവാനായിട്ടിടയായി തീരും. ആദ്യം നിലവിളിച്ചപ്പോൾ കർത്താവ് മിണ്ടാതിരുന്നു. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അധികം അവൻ നിലവിളിക്കുവാൻ തയ്യാറായപ്പോ അപ്പോൾ യേശു നിന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോഴും ചിലർ നിന്നെ അമർച്ച ചെയ്യുവാൻ നോക്കിയിട്ട്, ചില ശാസനകൾ കേട്ടിട്ടും നീ കർത്താവിനോട് നിലവിളിക്കുന്ന ദൈവ പൈതലാണോ? അപ്പോൾ കർത്താവ് നിൽക്കും. ഹല്ലേലൂയ. നിന്റെ നിലവിടെ ശബ്ദം അല്പം ഒന്ന് ഉയർത്തുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പാകെ എന്തായി തീരുമെന്ന് ഓർക്കാതെ നീ നിലവിളിക്കുവാൻ തയ്യാറാ
തയ്യാറാകുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നീ അനുഭവിക്കുന്ന കഷ്ടത്തിൽ നിന്ന്, നീ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്രനോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ ഒറ്റ ആഗ്രഹമാ, കർത്താവിൽ നിന്നൊരു കരുണ തന്റെ ജീവിതത്തിൽ വെളിപ്പെടണം. ആ കരുണ വെളിപ്പെട്ട് കഴിഞ്ഞ സ്തോത്രം, തന്റെ ജീവിതത്തിലെ അവസ്ഥകൾ മാറും. ഈ മനുഷ്യനെ അവിടെ കൊണ്ട് ഇരുത്തുന്നുണ്ടെങ്കിലും ഒത്തിരി വേദന ആ മനുഷ്യനെ അനുഭവിച്ചു കാണും. പ്രിയ മക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. കണ്ണ് കണ്ടുകൂടെയെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് പീഡകളും വേദനകളൊക്കെ അനുഭവിച്ച വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് യേശു കർത്താവ് കടന്നു പോയി കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ നിലവിളിക്കുവാൻ തയ്യാറായത്. സ്തോത്രം. മറ്റുള്ളവരുടെ സഹായം മാത്രം നോക്കി നാം മുന്നോട്ട് പോകാതെ ഒരു വിടുതലിന് വേണ്ടി കർത്താവിനോടൊന്ന് നിലവിളിക്കുവാൻ തയ്യാറാകണം. സ്തോത്ര. ഹല്ലേലൂയ. നമ്മെ മറ്റുള്ളവരൊക്കെ കുറച്ച് ദിവസമൊക്കെ നമ്മെ സഹായിച്ചു നിന്നിരിക്കാം. ഹല്ലേലൂയ. പിന്നെ വീണ്ടും വീണ്ടും ആവർത്തനമായി തീരുമ്പോ അവർക്കൊക്കെയും ബുദ്ധിമുട്ടായി തീരും. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും കർത്താവിനോട് നിലവിളിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ നിലവിളി കേട്ട് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നിലവിളിയെ മറികടക്കാത്തൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവനെ വിളിക്കുവിനെന്ന് പറഞ്ഞ് ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്നവർ പറഞ്ഞു. അവൻ കുരുടനെ വിളിച്ചു എന്ന് വചനത്തിൽ കാണുന്നു. അവൻ തന്റെ പുതപ്പ് ഇട്ട് കളഞ്ഞു, ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. പ്രിയതേ മക്കളെ, നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒരു കാര്യം എത്രേ അത്. സ്തോത്രം. ഹല്ലേലൂയ. യേശു വിളിക്കുന്നു എന്ന് അറിയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അവന്റെ മേൽ ലോകം ഇട്ടിരുന്ന പുതപ്പുണ്ട്. ഹല്ലേലൂയ. ഫിഷക്കാരനെന്നുള്ളൊരു പുതപ്പുണ്ട്. അതിനവ ഇട്ട് കളഞ്ഞു. ഹല്ലേലൂയ. അവന് ഒരു കാര്യം തിരിച്ചറിഞ്ഞു, കടന്നു വന്നത് ദാവീദ് പുത്രനാണ്. തന്നെ വിളിച്ചപ്പോ മറ്റൊരു തിരിച്ചറിവിലേക്ക് കയറി, ഇനി ഈ പുതപ്പ് കൊണ്ട് എനിക്ക് ആവശ്യമില്ല. ഓ ജീസസ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയതേ മക്കളെ, നിന്റെ നിലവിളി മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ നിലവിളി കേട്ട് നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നിന്നെ വിളിക്കുക. ചില പുതപ്പുകളെ നിനക്ക് ഇട്ടുകളയുവാൻ തയ്യാറാകാമോ? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ സ്തോത്രം. ലോകം നിന്റെ മേലിട്ടിരിക്കുന്ന ചില പുതപ്പുകളല്ലേ നിന്റെ ജീവിത അവസാനം വരെയും നിന്നെ ഇങ്ങനെ തന്നെ ഇരുത്തിക്കളയുമെന്ന് പറഞ്ഞ് ലോകമിട്ടിരിക്കുന്ന ചില പുതപ്പുകളെ നിലവിളിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്തുനിന്ന് കർത്താവ് ഇന്ന് പൊട്ടിച്ചു കളയും. ഹല്ലേലൂയ. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനോട് അത് പറയാനായിട്ട് പറയുന്നു. നിന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ലോകം നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്മേൽ ഇട്ടിരിക്കുന്ന ചില പുതപ്പുകളുണ്ട്. ഇന്ന് കർത്താവ് നിന്നെ വിളിക്കുക. നീ ആ പുതപ്പിനെ ഒന്ന് ഇട്ടുകളയുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നീ കർത്താവിനെ അറിഞ്ഞു, ശരിയാ, പക്ഷെ ചില പുതപ്പുകൾ നിന്റെ മേൽ അവകാശവാദമായിട്ട് കിടക്കുമ്പോ ആ പുതപ്പുകളെ നീ ഇന്ന് ഇട്ടുകളയാ. ആ പുതപ്പം കൊണ്ട് നടക്കുന്ന കാലത്തോളം നിനക്ക് ഓടിയെത്തേണ്ടടുത്ത് എത്തുവാൻ കഴിയില്ല. കർത്താവിന്റെ അടുക്കിലേക്ക് എത്തുവാൻ കഴിയില്ല. ചില പുതപ്പുകളെ നീ ഇട്ടുകള. ഒന്ന് എഴുന്നേറ്റിട്ട്. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, യേശു അവൻ തന്റെ പുതപ്പ് ഇട്ട് കളഞ്ഞു, ചാടി എഴുന്നേറ്റു. ചില പുതപ്പുകളെ, ചില പാരമ്പര്യത്തിന്റെ പുതപ്പുകളെ നിന്റെ മേലിട്ടിരിക്കുന്നത്, നീ കടന്നു വന്ന ചില പാരമ്പര്യത്തിന്റെ ചില പുതപ്പുകളില്ലേ, ലോകം നിന്റെ മേൽ നിന്ന് മാറ്റാതെ ഇട്ടിരിക്കുന്ന ആ പുതപ്പുകളെ ഇന്ന് ഇട്ട് കളഞ്ഞിട്ട് നിനക്കൊന്ന് ചാടി എഴുന്നേൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ആ കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ചില വിഷയത്തിനകത്ത് കർത്താവ് ചില വിടുതലുകൾ ഈ പകൽക്കാലം അയക്കും. ഹല്ലേലൂയ. ചില അവകാശങ്ങൾ നിന്റെ മേൽ കിടക്കുമ്പോ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയില്ല. നിനക്ക് വേണ്ടവണ്ണം കർത്താവിന്റെ അടുക്കിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. ചിലത് ഇട്ട് കളയുവാൻ പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുക. നീ എന്തൊക്കെ ചെയ്തിട്ട് ഒരു വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ജീവിതത്തിന്റെ മേഖലയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക. ലോകം എന്റെ മേലിട്ടിരുന്ന ഏതെങ്കിലും പുതപ്പ് എന്റെ മേൽ കിടക്കുന്നുണ്ടോ? സാഹചര്യം വന്നാൽ അത് വീണ്ടും ഉപയോഗിക്കാം. നോ, നീ കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ പിറകിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ഹല്ലേലൂയ. എന്തെല്ലാം കഷ്ടതകൾ, പ്രയാസങ്ങൾ കടന്നു വന്നാലും മുമ്പേ നോക്കി യാത്ര ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് ആഹ്വാനം ചെയ്യുക. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം, സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് യേശു വിളിച്ചു. പത്രോസിനെ വിളിച്ചു കഴിഞ്ഞിട്ടും നമുക്ക് കാണുവാൻ തന്റെ വലയും പടകമൊക്കെ താൻ സൂക്ഷിച്ചു വച്ചിരുന്നു. അതിലേക്ക് കടന്നുപോയി. അതുപോലെ
സാഹചര്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് കടന്നു പോകണമെന്ന് പറഞ്ഞ് കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ടും കർത്താവിന്റെ വിടുതൽ അനുഭവിച്ചിട്ടും ചില പുതപ്പുമായിട്ട് നടക്കുന്നവരാണെങ്കിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മ വ്യക്തമായി വിളിച്ചു പറയുന്നു, ചില പുതപ്പ് നിന്റെ കരത്തിൽ ഇരിക്കും കാലത്തോളം കർത്താവിന് വേണ്ട വിടുതൽ നിനക്ക് തരാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കാരണം ചിലത് നിന്റെ മേൽ അവകാശം പ്രഖ്യാപിക്കുവാനായിട്ടിടയത്തിലും അവിടെ നിന്നുകൊണ്ട് വാദിക്കുവാനായിട്ടിടയത്തിലും അവൻ പുതപ്പിട്ട് കളഞ്ഞിട്ടില്ല. ആ പുതപ്പിടാത്തത് കൊണ്ട് ഇന്നലേക്ക് നാളെ അവൻ നമ്മുടെ കൂടെ വരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുന്ന ഒരു കാര്യമത്രേ, ചില പുതപ്പുകളെ ഇട്ടുകളയുവാ ദൈവജനം തയ്യാറാക്കുന്നുവെങ്കിൽ കർത്താവിന്റെ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. അടുത്ത കർത്താവ് ചോദിക്കും, ഞാൻ നിനക്ക് എന്താ ചെയ്ത് തരേണ്ടത്? നീ വിടേണ്ടത് വിട്ട് ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കർത്താവ് മൗനമായിട്ടിരിക്കില്ല. കർത്താവ് അവരുടെ അടുക്കിലേക്ക് നിന്നെ എത്തിക്കത്തില്ല. മറിച്ച് കർത്താവ് നിന്നോട് ചോദിക്കും, ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടത്? ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? ഹല്ലേലൂയ. നീ ഇച്ഛിക്കുന്നത് ഹല്ലേലൂയ അത് ഈ സ്തോത്രം ഒത്തിരി ആഗ്രഹം നിന്റെ ഉള്ളിലില്ലേ, അതിനെ നിവർത്തിച്ചു തരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നീ ഇടേണ്ടത് ഇട്ട് കളഞ്ഞിട്ട് നീ ഒന്ന് എഴുന്നേൽക്ക. അവിടെ നിന്ന് നീ കർത്താവിന്റെ അടുക്കിലേക്ക് വായി 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് നിന്നോട് ചോദിക്കാം, ഞാൻ നിനക്ക് എന്താ ചെയ്ത് തരേണ്ടത്? നീ എന്താ ഇച്ഛിക്കുന്നത്? ഹല്ലേലൂയ. നീ ചിലതൊക്കെ വിട്ട് എന്റെ അടുക്കിലേക്ക് വന്നല്ലോ, ഇനി മകനെ മകളെ ഞാൻ നിനക്ക് എന്താ ചെയ്ത് തരേണ്ടതെന്ന് കർത്താവ് ചോദിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, റബൂനി എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കുരുടൻ ആ മനുഷ്യൻ യേശുവിനോട് പറഞ്ഞു. യേശുവിനോട് പോകുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന് കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ യേശുവിനെ അനുഗമിച്ചു എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. നീ കർത്താവിനെ അനുഗമിക്കേണ്ട വ്യക്തിയാ. പക്ഷേ ആ ഒരു വിടുതൽ അനുഭവിക്കാൻ കഴിയാതെ, ഒരു വിശാലത അനുഭവിക്കാൻ കഴിയാതെ ലോകം ചില പുതപ്പുകൾ കൊണ്ട് നിന്റെ മേലിട്ട് നിന്റെ കണ്ണുകളെ കുരുടാക്കി വച്ചിരിക്കുമ്പോ ഈ പകൽക്കാലം സ്തോത്ര ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കിലേക്ക് നിനക്കൊന്ന് കടന്നു വരുവാൻ കഴിയുമോ? കർത്താവിനോടൊന്ന് നിലവിളിക്കുവാൻ തയ്യാറാകാമോ? എന്ന് നീ കഷ്ടത എന്ന് പറഞ്ഞ് അതിനൊക്കെ തിരിക്കുവാനല്ല, ഇസ്രായേൽ ജനം ദൈവത്തിനെ നിലവിളിക്കുവാൻ തയ്യാറായപ്പോ ഹല്ലേലൂയ വിശാലമായിരിക്കുന്ന ഒരു ദേശത്തേക്ക്, കനാൻ ദേശത്തിലേക്ക് അവരെ പുറപ്പെടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നതുപോലെ ഹല്ലേലൂയ അതേ ഇവിടെ പുതിയ നിയമത്തിൽ നാം കാണുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. ദാവീദുപുത്രൻ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച ബർത്തിലോമായുടെ അടുക്കൽ കർത്താവ് നിൽക്കുവാനായിട്ടിടയായി തീർന്നുവെങ്കിൽ ഈ പകൽക്കാലം ഹല്ലേലൂയ നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യൻ നിന്റെ നിലവിളി കേട്ടിട്ട് കേൾക്കാതെ പോകുമ്പോ ഹല്ലേലൂയ നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിന് ചോദിക്കാനായിട്ടുള്ളത്, എന്താ ഞാൻ നിനക്ക് ചെയ്ത് തരേണ്ടത്? ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഏത് വിഷയത്തിനകത്താണോ നീ നിലവിളിക്കുന്നത്? സ്തോത്ര. ആ നിലവിളിയുടെ അകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാല നിന്റെ ഭവനത്തിനകത്ത് നിന്ന് നിലവിളി ഉയരുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്റെ തലമുറയെ ചൊല്ലി നീ നിലവിളിക്കുന്ന വ്യക്തിയാണോ? നിന്റെ കുടുംബജീവിതത്തെ കുറിച്ച് നിലവിളിക്കുന്ന വ്യക്തിയാണോ? മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി ആത്മഭാരത്തോടെ നിലവിളിക്കുന്ന വ്യക്തിയാണോ? പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്ര, സ്വർഗത്തിലെ ദൈവം നിന്നെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീര. അതേ, ചില ബന്ധനങ്ങളെ ദൈവം അറുത്ത് കളയുവാനായിട്ട് ഇടയായിത്തീര. ചില രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കുവാനായിട്ട് ഇടയായിത്തീര. എന്ന് നീ മറ്റുള്ളവരുടെ വേല നിമിത്തമായിട്ട്, അടിമവേല നിമിത്തമായിട്ട്, മറ്റുള്ളവരുടെ ഞെരുക്കം നിമിത്തമായിട്ട് നീ നിലവിളിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നിനക്കൊരു വിശാലതയുണ്ട്. ഇന്ന് നീ ഒരു ഞെരുക്കം അനുഭവിക്കുന്ന വ്യക്തിയാണോ? പലതിനകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ. എന്ന ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് ഒരു വിശാലതയിലേക്ക്, ഒരു പുറപ്പാടിലേക്ക് സ്തോത്ര സ്വർഗത്തിലെ ദൈവം നിന്നെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീര. നീ അവിടെ ഇരിക്കും കാലത്തോളം ഞെരുക്കവും പീഡയും കഷ്ടവും സങ്കടവും വേദനയൊക്കെ ഉണ്ടാക്കും. ഹല്ലേലൂയ. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ടും സ്തോത്ര നിന്റെ വായകളെ ഉയർത്തുവാൻ, നിന്റെ ശബ്ദത്തെ ഉയർത്തുവാൻ ഹല്ലേലൂയ നീ
തയ്യാറാകുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവവേദലെ സ്തോത്ര, നീ അനുഭവിക്കുന്ന സകല ഞെരുക്കത്തിൽ നിന്നും ഹല്ലേലൂയ, കഷ്ടത്തിൽ നിന്നും ഹല്ലേലൂയ, സകല രോഗത്തിൽ നിന്നും ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നിന്നെ വിടുവിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരും ഹല്ലേലൂയ. അങ്ങനെ നിലവിളിക്കുന്ന വിഷയത്തിനകത്ത് വിടുതൽ തരുന്ന ഒരു സ്വർഗമുണ്ട് ഹല്ലേലൂയ. ആരൊക്കെ ദൈവത്തിനെ നിലവിളിക്കുവാൻ തയ്യാറായിട്ടുണ്ടോ അവരുടെ ജീവിതത്തിനകത്തൊക്കെയും ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുവാനായിട്ട് ഇടയത്തുന്നു. ദൈവജനം പീഡനയും കഷ്ടതയും അനുഭവിക്കുമ്പോൾ നിലവിളിക്കണം ഹല്ലേലൂയ. ആ നിലവിളിയുടെ മധ്യത്തിലാ ദൈവം ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അതേ സ്തോത്രം. അങ്ങനെയൊക്കെ നമ്മുടെ നിലവിളിയെ കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ പകൽക്കാലം എന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആര് ദൈവത്തിന് നിലവിളിക്കുന്നുവോ, ആര് അവിശ്വഭാരത്തോടെ നിലവിളിക്കുന്ന വ്യക്തിയാണോ, ഈ പകൽക്കാലം പറയട്ടെ സ്തോത്ര, ദൈവത്തിന്റെ വിടുതൽ ആ വിഷയത്തിനകത്ത് വെളിപ്പെടാ. ദൈവത്തിന്റെ കരുതൽ ആ വിഷയത്തിനകത്ത് വെളിപ്പെടാം. കടഭാരത്തിനകത്താണോ നിങ്ങൾ നിലവിളിക്കുന്നത്? സാമ്പത്തികമായ തകർച്ചയുടെ മധ്യത്തിലാണോ കർത്താവേ ഇതിനകത്ത് എനിക്കൊരു വിടുതൽ തരണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ നിലവിളിക്കുന്നത്? സ്തോത്ര, അതിനകത്ത് നിന്ന് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്ക. ചില കരുതലുകൾ വെളിപ്പെടും ഹല്ലേലൂയ. അങ്ങനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിലവിളിയെ മറികടക്കാത്ത ഒരു കർത്താവുണ്ട്. സ്തോത്ര. രാപ്പകത്തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തെ ദീർഘക്ഷമയുള്ളവനായിരുന്നാലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, വേഗത്തിലുള്ള ചില പ്രതിക്രിയകൾ ഹല്ലേലൂയ. ചില പേപ്പറുകളൊക്കെ ഇങ്ങനെ മാറിക്കിടക്കുന്നതായിരിക്കാം, പക്ഷേ ഈ പകൽക്കാലം വിശ്വസിക്കാം, വേഗത്തിൽ നിലവിളിക്കുന്ന ദൈവം ഇതിനു വേണ്ടി വേഗത്തിൽ പ്രതിക്രിയ നടത്തും ഹല്ലേലൂയ. പ്രതിക്രിയ നടത്തി രക്ഷിക്കും ചിലതിനകത്ത് നിന്ന് ഹല്ലേലൂയ. നീ മറ്റുള്ള മുമ്പേ തല കുനിച്ചിരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. മറ്റുള്ള മുമ്പേ ലജ്ജ ധരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. വേഗത്തിൽ ചില പ്രതിക്രിയകൾ നടത്തി ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നിന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു അത്ഭുതമാക്കി നിർത്തുവാനായിട്ട് ഇടയത്തില്ല. നീ മറ്റുള്ള മുമ്പിൽ ഹല്ലേലൂയ ഒരു അതിശയമാക്കി ദൈവം നിർത്തുവാനായിട്ടിടയത്തില്ല. അതേ ദൈവം ഒരു അപൂർവ കാര്യം ഹല്ലേലൂയ ഈ പകൽക്കാലം ഹല്ലേലൂയ നിലവിളിക്കുന്ന തന്റെ ദൈവ പൈതന്റെ വേണ്ടി സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുന്ന പകൽക്കാലം അത്രേ. സ്തോത്രം. നിന്റെ നിലവിളിയുടെ സമയം തീരാറായി ഹല്ലേലൂയ എന്ന് നീ നിലവിളിച്ചുകൊണ്ടിരിക്കേണ്ട ഹല്ലേലൂയ. വിളിക്കേണ്ട സമയത്ത് നിലവിളിച്ചു കഴിഞ്ഞാ നീ കർത്താവിൽ നിന്ന് വിടുതലുകൾ പ്രാപിക്കും ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ സ്തോത്രം, നിന്റെ നിലവിളിയെ മറികടക്കാത്ത കർത്താവ് ഇസ്രായേൽ ജനം തന്റെ കഷ്ടതയുടെ ഞെരുക്കത്തിന്റെ വേദനയുടെ മധ്യത്തിൽ നിന്ന് നിലവിളിച്ചപ്പോ ഹല്ലേലൂയ എന്റെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് അവരെ വിടിവിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെക്കേ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ അമർച്ചയും ശാസനയും കേട്ടിട്ടും ബർത്തലോമായി തന്റെ കർത്താവിനോട് നിലവിളിക്കുവാൻ തയ്യാറായപ്പോ ആ നിലവിളിയുടെ മധ്യത്തിൽ ഹല്ലേലൂയ ഇറങ്ങി നിന്ന് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുവാനായിട്ടിടയായി തീർന്നുവെക്ക്. അവർക്ക് രണ്ടുപേരുടെ ജീവിതത്തിനകത്ത് ഇസ്രായേൽ ജനതയെ വിശാലമായിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു പുറപ്പാടിലേക്ക് കൊണ്ടുവരുവാനായിട്ടിടയായി തീർന്നു. ബർത്തലോമായുടെ ജീവിതത്തിനകത്ത് അവരുടനെ കാഴ്ച പ്രാപിക്കുവാൻ ഇടയായി തീർന്നുവെക്ക്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലത്ത് ഞാൻ പറഞ്ഞവസാനിപ്പിക്കട്ടെ. നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ഹല്ലേലൂയ. പീഡിതരുടെയും കഷ്ടപ്പെടുന്നവരുടെയും നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പുറപ്പാടുണ്ട്, ഒരു വിശാലതയുണ്ട് ഹല്ലേലൂയ. നിനക്കൊരു എഴുന്നേൽപ്പുണ്ട് ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സമയത്തിനായി സ്തുതിക്കുന്നു അപ്പാ. ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് തരുന്നു അപ്പാ. ഈ പകൽക്കാലം ഏതെല്ലാം വിഷയത്തിനകത്ത് ഇവര് നിലവിളുടെ ശബ്ദം ഉയർത്തുന്നുവോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനകത്തുനിന്നൊരു വിശാലത ഉണ്ടാക്കട്ടെ, അതിനകത്തുനിന്നൊരു പുറപ്പാട് ഉണ്ടാക്കട്ടെ, അതിനകത്തുനിന്നൊരു എഴുന്നേൽപ്പ് യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിനകത്ത് വെളിപ്പെടേട്ടപ്പാ. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ തരുന്നു. കണ്ണുനീരോടും നിലവിളിയോട് ദൈവസ്ഥനെ അഭയാചന കഴിക്കുന്ന വിഷയത്തെ കർത്താവെ തിരസ്കരിക്കാത്ത കർത്താവിന്റെ കരം ഹല്ലേലൂയ. രാപ്പകത്തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തെ ദീർഘക്ഷമയുള്ളവനാകിയാൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ ഹല്ലേലൂയ. വേഗത്തിൽ ചില പ്രതിക്രിയകൾ നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് ചില ഞെരുക്കങ്ങൾ മാറട്ടെ
മാറട്ടെ കർത്താവേ. ചില അടിമവേല നിമിത്തം അനുഭവിക്കുന്ന ചില പീഡകൾ, ചില ഞെരുക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. അതിനകത്തുനിന്നൊരു പുറപ്പാട് തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ കർത്താവേ. അങ്ങ് ചെയ്യുന്ന അനുഭവത്തിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.